എല്ലാ പ്രേക്ഷകർക്കും ടോംസ് ടാർഗറ്റിന്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3 കമ്പനികളെ പറ്റിയാണ് പരിശോധിക്കുന്നത്. ഒന്നാമതായി നമ്മൾ എടുക്കുന്നത് മാരുതി സുസുക്കി ഉദ്योग ലിമിറ്റഡ് ആണ്. ഈ കമ്പനി 1981 സ്ഥാപിതമാണ്. ഇതിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ മൂലധനം 157 കോടി രൂപ, ഫേസ് വാല്യൂ 5 രൂപ, 52 ആഴ്ചയിലെ ഹൈ 17,372 രൂപ, ലോ 11,059 രൂപ. 2026 മാർച്ച് 20 ക്ലോസിംഗ് പ്രൈസ് 11,355 രൂപ. ഇത് 52 ആഴ്ചയിലെ ഹൈയിൽ നിന്നും 28.88% താഴ്ന്ന നിലവാരത്തിൽ സ്ഥിതി ചെയ്യും. ഇനി കമ്പനിയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്. മോട്ടോർ വെഹിക്കിൾസും അതിന്റെ സ്പെയർ പാർട്സും ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയുമാണ് ഇതിന്റെ പ്രവർത്തനം. ഇത് ജപ്പാനിലെ സുസുക്കി മോട്ടോർ കോർപ്പറേഷനുമായി ഉള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ്, സംയോജിത സംരംഭം. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോവാം. പ്രൊമോട്ടേഴ്സിന് 58.28%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 15.76%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 22.84%, പൊതുജനങ്ങൾക്ക് പബ്ലിക്കിന് 3.04%, ഗവൺമെന്റിന് നാമമാത്രമായി 0.08%. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 3,66,000 ഷെയർ ഹോൾഡേഴ്സ് ആണ് ഏകദേശം ഉള്ളത്. നമ്പർ ഓഫ് ഷെയർസ് 31.40 കോടി ഷെയറുകളാണ് ഈ കമ്പനിയുടെ ഉള്ളത്. ഇനി നമുക്ക് ക്വാർട്ടർലി റിസൾട്ട് എന്താണെന്ന് നോക്കാം. 2024 ഡിസംബറിലെ റവന്യൂ 38,764 കോടി രൂപ. 2025 ഡിസംബറിലെ റവന്യൂ 49,904 കോടി രൂപ. അതായത് 2024 റവന്യൂവിനേക്കാൾ 28.74% ഉയർച്ച കാണിക്കും. ഇനി നെറ്റ് പ്രോഫിറ്റിലേക്ക്, അറ്റാദായം. 2024 ഡിസംബറിൽ 3,727 കോടി രൂപ. 2025 ഡിസംബറിൽ അറ്റാദായം 3,879 കോടി രൂപ. അതായത് 2024 ഡിസംബറിലെ അറ്റാദായത്തിനേക്കാൾ 4.08% വളർച്ച കാണിക്കുന്നു. ഇതിന്റെ കമ്പനിയുടെ ROE 15.90%, ROCE 21.70%. ഒരു വർഷത്തിനുള്ളിൽ ഈ കമ്പനിയുടെ ഓഹരിക്ക് വരാവുന്ന ലക്ഷ്യവില 15,909 രൂപയെന്ന് കണക്കാക്കപ്പെടുന്നു. രണ്ടാമത്തെ കമ്പനിയാണ് ട്രെൻഡ് ലിമിറ്റഡ്. ഈ കമ്പനി 1998 സ്ഥാപിതമാണ്. ഇതിന്റെ മൂലധനം 36 കോടി രൂപ, മുഖവില ഫേസ് വാല്യൂ 1 രൂപ, 52 ആഴ്ചയിലെ ഹൈ 6,261 രൂപ, ലോ 3,340 രൂപ. ഈ മാർച്ച് 23 അതിന്റെ ക്ലോസിംഗ് പ്രൈസ് 3,355 രൂപയാണ്. അതായത് 52 ആഴ്ചയിലെ ഹൈയിൽ നിന്നും 46.41% താഴ്ന്ന നിലവാരത്തിലാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത്. ഇതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനം, അതായത് എല്ലാത്തരം തുണിത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പാരൽസ്, ഫുട്വെയർസ്, പാദരക്ഷകൾ, ടോയ്സ്, കളിപ്പാട്ടങ്ങൾ, സ്പോർട്സ് ആൻഡ് ഗെയിംസ് മെറ്റീരിയൽസ്, കൂടാതെ ഫുഡ്, ഗ്രോസറി മുതലായവ പാക്ക് ചെയ്തും വിൽക്കപ്പെടുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. പ്രൊമോട്ടേഴ്സിന് 37.01%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 15.62%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 21.31%, പൊതുജനങ്ങൾക്ക് 25.87%, ഗവൺമെന്റിന് നാമമാത്രമായിട്ട് 0.13% ഓഹരികളാണുള്ളത്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഓഹരിക്കാരുടെ എണ്ണം 5,07,500 ഏകദേശം. നമ്പർ ഓഫ് ഷെയർസ് 36 കോടി ഷെയറുകളാണ് ട്രെൻഡിന് ഉള്ളത്. ഇനി ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. 2024 ഡിസംബറിൽ റവന്യൂ 4,657 കോടി രൂപ. 2025 ഡിസംബറിൽ റവന്യൂ 5,345 കോടി രൂപ. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ
14.77% വളർച്ചയുണ്ട്. ഇനി അറ്റാദായം, നെറ്റ് പ്രോഫിറ്റ്, 2024 ഡിസംബറിൽ 497 കോടി രൂപ, 2025 ഡിസംബറിൽ 510 കോടി രൂപ. അതായത് 2024 ഡിസംബറിനേക്കാൾ 2.62% വളർച്ച കാണിക്കുന്നു. വളരെ പരിമിതമായ വളർച്ചയെ ഇപ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ. കമ്പനിയുടെ ROE 30.40%, ROCE 30.70%. ഒരു വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് പ്രൈസ് 4,840 രൂപയാണ്. അവസാനമായിട്ട് നമുക്ക് പരിശോധിക്കാവുന്നത് MRF ലിമിറ്റഡ് ആണ്. ഈ കമ്പനി 1961 നിലവിൽ വന്നു. ഇതിന്റെ മുഴുവൻ പേര് മദ്രാസ് റബ്ബർ ഫാക്ടറി ലിമിറ്റഡ് എന്നാണ്. ചുരുക്കത്തിൽ നമ്മൾ MRF എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഈ കമ്പനിയെ കുറിച്ച് രസകരമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. 1946 ഒരു കുട്ടികൾക്കുള്ള ബലൂൺ നിർമ്മിക്കുന്ന യൂണിറ്റ് ആയിട്ടാണ് ഇത് തുടങ്ങിയത്. ഇന്നത്തെ ചെന്നൈ, അതായത് അന്ന് മദ്രാസ് പട്ടണത്തിൽ. ഇത് തുടങ്ങിയത് മലയാളിയായ KM മമ്മമ്മപ്പിളയാണ്. 1952 ടയർ നിർമ്മാണത്തിന് ആവശ്യമായ ത്രെഡ് റബ്ബർ നിർമ്മിക്കുന്ന സംരംഭം തുടങ്ങി ഈ കമ്പനിയിൽ. 1961 കമ്പനി നേരിട്ട് ടയർ ഉൽപാദനം തുടങ്ങി. 1967 അമേരിക്കയിലേക്ക് കയറ്റുമതി തുടങ്ങി, ടയറിന്റെ കയറ്റുമതി. അതിന് അല്പം മുമ്പായിട്ടാണ് 1964 നമ്മൾ ഇന്ന് കാണുന്ന ലോഗോ, അതായത് MRF മസിൽമാൻ ലോഗോ. നമ്മളെല്ലാവർക്കും സുപരിചിതമായ ഒരു ലോഗോയാണത്. ഒരു ഭാരമുള്ള ടയർ, രണ്ട് കൈയിൽ ഉയർത്തി നിൽക്കുന്ന ശക്തനായ ഒരു മനുഷ്യൻ. ഇത് രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ പരസ്യകലയുടെ പിതാവെന്നറിയപ്പെടുന്ന അലീഖ് പദാംസിയാണ്. അദ്ദേഹത്തിന്റെ പരസ്യക്കമ്പനിയുടെ അന്നത്തെ പേര് ലിൻഡാസ് എന്നായിരുന്നു. ഇദ്ദേഹത്തിന്റെ പരസ്യങ്ങൾ വളരെ പ്രശസ്തമാണ്. നമ്മുടെ ദൂരദർശനിലും മറ്റും 1970, 80, 90കളിൽ വളരെ പരിചിതമായ പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ലളിതാജിയുടെ സർഫ് പരസ്യം, വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന ലിറിൽ സുന്ദരിയുടെ സോപ്പ് പരസ്യം, പിന്നെ സംഗീതാത്മകമായ ഹമാര ബജാജ് സ്കൂട്ടർ പരസ്യം, ചാർലി ചാപ്ലിന്റെ ചെറി ബ്ലോസം ഷൂ പോളിഷ് പരസ്യം, പിന്നെ കാമസൂത്ര കോണ്ടംസ് പരസ്യം. ഇങ്ങനെയുള്ള പ്രശസ്തമായ പരസ്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ രൂപകൽപ്പനയായിരുന്നു. ഇനി അത് കൂടാതെ തന്നെ മറ്റൊരു വിധത്തിൽ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം, ഇല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. 1982 റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത 8 ഓസ്കാറുകൾ നേടിയ ഗാന്ധി ഫിലിം. ഈ സിനിമയിൽ മുഹമ്മദ് അലി ജിന്നയായിട്ട് ഈ പരസ്യകലാകാരനാണ്, പദാംസയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇനി MRFന്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വിപണിയിൽ ആദ്യമായിട്ട് ഒരു ഓഹരിക്ക് 1 ലക്ഷം രൂപ ക്രോസ് ചെയ്തത് MRFന്റെ ഓഹരിയാണ്. അത് 2023 ജൂൺ 13 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 1,300,000 രൂപ വരെ എത്തിയുണ്ടായി അന്ന്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് 1,439 രൂപ 95 പൈസ വരെ വരികയുണ്ടായി. പിന്നീട് 1-2 കമ്പനികൾ കൂടി 1 ലക്ഷം രൂപ മറികടന്നെങ്കിലും കുറച്ചുനാൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കാരണം അവരുടെ ഫേസ് വാല്യൂ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ തോതിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആനുപാതികമായി ഓഹരികളുടെ വിലയും കുറഞ്ഞു. അപ്പോൾ അവയുടെയൊക്കെ ഓഹരികൾ ഇപ്പോൾ 25,000-നും 35,000-നും ഇടയ്ക്ക് ചാഞ്ചാടി കളിക്കുകയാണ്. എന്നാൽ MRF അന്ന് തൊട്ട് ഇന്ന് വരെ 1 ലക്ഷത്തിന് മുകളിൽ തന്നെയാണ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. MRFന്റെ കമ്പനിയുടെ വിശദവിവരങ്ങളിലേക്ക് കിടക്കാം. MRFന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ 4 കോടി രൂപയാണ്. 52 ആഴ്ചയിലെ ഹൈ 1,63,600 രൂപയാണ്. ലോ 1,80,001 രൂപ. മാർച്ച് 20 അതിന്റെ ക്ലോസിംഗ് പ്രൈസ് 1,24,975 രൂപ. അതായത് 52 ആഴ്ചയിലെ ഹൈയിൽ നിന്നും 23.61% താഴ്ന്ന നിലവാരത്തിൽ ഇപ്പോൾ കച്ചവടം നടക്കുന്നു.
ഇനി അതിന്റെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ വാഹനങ്ങൾക്കും ആവശ്യമായ ടയർ നിർമ്മാണമാണ് ഇവരുടെ പ്രധാന ഉൽപ്പന്നം. അത് വാഹനങ്ങൾക്ക് മാത്രമല്ല, വിമാനങ്ങൾക്കും നമ്മുടെ പ്രതിരോധ വാഹനങ്ങൾക്കും വരെ ടയറുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ: പ്രൊമോട്ടേഴ്സിന് 27.73%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 18.18%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 12.50%, പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് 41.58% ഷെയറുകളാണ് ഉള്ളത്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്: ഏകദേശം 49,200 ഷെയർ ഹോൾഡേഴ്സ് ആണ് MRF-ലുള്ളത്. നമ്പർ ഓഫ് ഷെയർസ്: 40 ലക്ഷം ഷെയറുകളാണ് മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് എത്താൻ സാധ്യതയുള്ള ഷെയറുകളുടെ എണ്ണം. ഇനി ക്വാർട്ടർലി റിസൾട്ടിലേക്ക് കടക്കാം. 2024 ഡിസംബറിൽ അതിന്റെ റവന്യൂ 7,001 കോടിയായിരുന്നു. 2025 ഡിസംബറിൽ റവന്യൂ 8,050 കോടി രൂപ. അതായത് 2024 ഡിസംബറിനേക്കാൾ 14.98% വളർച്ച കാണിക്കുന്നു. ഇനി അറ്റാദായം, നെറ്റ് പ്രോഫിറ്റ്: 2024 ഡിസംബറിൽ 315 കോടി രൂപ, 2025 ഡിസംബറിൽ 692 കോടി രൂപ. അതായത് 2024 ഡിസംബറിനേക്കാൾ 119.68% വളർച്ച കാണിക്കുന്നു. നല്ലൊരു വളർച്ചയാണിത്. കമ്പനിയുടെ ROE 10.6%, ROCE 13.6%. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ലക്ഷ്യവില 1,67,910 രൂപയാണ്. എല്ലാ നിക്ഷേപകർക്കും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ശുഭാശംസകൾ, വിജയാശംസകൾ.